രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരു ലോകത്ത്, വേറെ സമയത്ത്, വേറെ ഏതോ ഒരു കാലത്താണെന്ന് സങ്കല്പിക്കുക. ഡിനോസറുകൾ ചുറ്റും നടക്കുന്നു, അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൽ കുറെ മനുഷ്യരാൽ നിങ്ങൾ ചുറ്റപ്പെട്ട് നിൽക്കുന്നു. കേട്ടിട്ട് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണല്ലേ. എന്നാൽ ടൈം ട്രാവൽ ശരിക്കുമുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞാലോ? അടുത്ത 10 മിനിറ്റ് നേരം നമ്മൾ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ, യഥാർത്ഥ റിയൽ ലൈഫ് പരീക്ഷണങ്ങൾ, ടൈം ട്രാവലിൻ്റെ പാരഡോക്സുകൾ എന്നിവയൊക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ആധുനിക ശാസ്ത്രം എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായും അന്തം വിട്ടുപോകും. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ടൈം ട്രാവൽ ചെയ്ത് വേറെ ഏതെങ്കിലും സമയത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഏത് കാലത്തേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ടൈം ട്രാവൽ ശരിക്കുമുള്ള ഒരു സംഭവമാണോ എന്ന് പറയുന്നതിന് മുമ്പ് സമയം ശരിക്കും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം പ്രകാരം സമയം സ്ഥായിയായിട്ടുള്ള ഒന്നല്ല. അതായത് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണമോ അല്ലെങ്കിൽ വേഗമോ മാറുന്നതിനനുസരിച്ച് സമയത്തിൻ്റെ സ്പീഡ് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. 1971 ശാസ്ത്രജ്ഞർ പറക്കുന്ന പ്ലെയിനുകളിൽ ആറ്റോമിക് ക്ലോക്കുകൾ സ്ഥാപിച്ച് അവയിലെ സമയം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥായിയായിട്ടുള്ള ക്ലോക്കുകളുമായി താരതമ്യം ചെയ്യുകയുണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, എയ്റോപ്ലെയിനുകളിൽ സ്ഥാപിച്ച ക്ലോക്കുകളിൽ സമയം ഭൂമിയിലുള്ളതിനേക്കാൾ മന്ദഗതിയിലാണ് ചലിക്കുന്നതെന്ന് കണ്ടെത്തി. ഇതിനർത്ഥം ഭാവിയിലേക്ക് ഉള്ള ഒരു യാത്ര ഇതിനകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ കുറച്ചാണെങ്കിൽ പോലും. നിങ്ങൾക്ക് ഭാവിയിലേക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വളരെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുക എന്നത് മാത്രമാണ്. ഉദ്ദേശം പ്രകാശവേഗത്തിൽ. നിങ്ങൾ ഒരു സ്പേസ് ഷിപ്പ് അല്ലെങ്കിൽ ബഹിരാകാശ പേടകത്തിൽ കയറുകയാണ് എന്ന് വിചാരിക്കുക. ആ സ്പേസ് ഷിപ്പ് ആകട്ടെ പ്രകാശത്തിൻ്റെ 99.99% സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളതിൽ വെറും 10 വർഷം സഞ്ചരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ ഇവിടെ ഏകദേശം 500 വർഷങ്ങൾ പിന്നിട്ടിരിക്കും. ഇതിനെയാണ് ടൈം ഡയലേഷൻ അഥവാ സമയവ്യാപനം എന്ന് വിളിക്കുന്നത്. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ഭാവിയിലേക്ക് സഞ്ചരിക്കുന്നത് തിയറിറ്റിക്കലി എങ്കിലും നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു സഞ്ചാരമോ? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ച് വിചിത്രമാകുന്നത്. നിങ്ങൾ കഴിഞ്ഞുപോയ ഒരു കാലത്തേക്ക് സഞ്ചരിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങളെത്തുന്നത് നിങ്ങളുടെ അപ്പൂപ്പൻ്റെ ചെറുപ്പകാലത്താണ്. അറിയാതെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിൽ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ കാണുന്നത് തടയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജനിക്കുകയില്ല. നിങ്ങൾ ഒരിക്കലും ജനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് സംഭവിക്കുന്നത് തടയാൻ ആരാണ് പഴയ കാലത്തേക്ക് തിരിച്ചു പോയത്? ഇതിനെയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളിൽ ഒന്നാണിത്. ഭൂതകാലത്തേക്കുള്ള ടൈം ട്രാവൽ സാധ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ചെയ്യുക. ടൈം ട്രാവൽ എന്ന ആശയം നടപ്പിലാക്കുന്നതിന് പല വഴികളും ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. The expanding universe stretched them up to the size of the observable universe. We actually expect multiple nucleation events in each causal horizon.
potentially leading to dozens of cosmic strings. Well, that means that observation determined existence. So you're now left with a very horrible, absolutely incredible paradox. Either the act of observation determines the existence of a cat, or the cat is simultaneously dead and alive. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഭൂതകാലത്തേക്ക് സഞ്ചരിക്കുന്നത് ഇമ്പോസിബിൾ ആയ ഒരു ടാസ്ക് ആണ്. എന്തെന്നാൽ ഭൗതിക ശാസ്ത്രത്തിലെ എല്ലാ ലിഖിത നിയമങ്ങളെയും അതിന് ഭേദിക്കേണ്ടി വരും. പക്ഷേ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് സമയം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും സ്ഥായിയേ അല്ല എന്നാണ്. നിലവിൽ ഒരു ടൈം മെഷീൻ ഉണ്ടാക്കുവാനുള്ള സ്കില്ലോ ടെക്നോളജിയോ നമുക്കില്ല. പക്ഷേ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സ്പേസ് ട്രാവൽ എന്നിവയിൽ നാൾക്കുനാൾ വരുന്ന ദ്രുതഗതിയിലുള്ള വളർച്ചയോടെ ആർക്കറിയാം, എന്തും സാധ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഒരു ദിവസം കാണുന്നത് ചിലപ്പോൾ 3025 ഇനി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ടൈം ട്രാവൽ നടത്താൻ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എവിടേക്കാണ് പോകുക? ഭൂതകാലമോ ഭാവിയോ? എവിടേക്കാണെന്നുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മൈൻഡ് ബ്ലോയിങ് ആയ സയൻസ് മിസ്റ്ററികൾ കാണുന്നതിന് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഉറപ്പായും പ്രസ് ചെയ്യുക.